മുരളീധരനെ വിടാതെ പിന്തുടർന്നു വീട്ടാൻ ബി.ജെ.പി. ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി, നിയമത്തിന് മറുപടി നൽകും. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ എന്തു വില കൊടുത്തും പരാജയപ്പെടുത്താൻ നീക്കങ്ങളുമായി ബി.ജെ.പി. മുരളീധരൻ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കാൻ ശ്രമിക്കും. ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ ജയിക്കുക, അല്ലാത്ത പക്ഷം വോട്ട് മറിച്ചാണെങ്കിലും തോൽപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലം ഇത്തവണ ശ്രദ്ധാകേന്ദ്രമായി മാറും. ബി.ജെ.പിയുടെ ഏക സിറ്റിംഗ് സീറ്റ് പൂട്ടിച്ചത് കെ മുരളീധരനാണ് എന്നാണ് ബി.ജെ.പിയിലെ വികാരം. 2021 നിയമം ബി.ജെ.പിക്ക് നഷ്ടമായത് മുരളീധരന്റെ വരവോടെയാണെന്നാണ് ബി.ജെ.പിയും ആർ.എസ്.എസും വിലയിരുത്തുന്നത്. കണക്കുകൾ ഇക്കാര്യം ശരിവെക്കുകയും ചെയ്യുന്നു. തൃശൂരിൽ ബി.ജെ.പിക്ക് വെല്ലുവിളി സൃഷ്ടിച്ചതും മുരളീധരന്റെ വരവ് തന്നെയായിരുന്നു. എങ്കിലും സുരേഷ് ഗോപി ജയിച്ചു എന്നത് വേറെ കാര്യം. മുരളീധരന്റെ പേര് 2 മണ്ഡലങ്ങളിലാണ് പറഞ്ഞു കേൾക്കുന്നത്. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും പിന്നെ പാലക്കാടും. കോൺഗ്രസിന് മികച്ച അടിത്തറയുള്ള മണ്ണാണ് ഇത് രണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരം മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് നിലനിർത്താമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇവിടെ ശോഭാ സുരേന്ദ്രനെ ഇറക്കി അട്ടിമറി നടത്താനാണ് ബി.ജെ.പിയുടെ ശ്രമം. പാലക്കാട് ബി.ജെ.പി ആശങ്കപ്പെടുന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നതയാണ്. ആർ.എസ്.എസ് ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശോഭയുടെ വരവോടെ ഭിന്നതകൾ മാറ്റിവെച്ച് എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആർ.എസ്.എസ്. പ്രശാന്ത് ശിവനെ പോലെയുള്ള പ്രാദേശിക നേതാക്കളെ മാറ്റി നിർത്തുന്നതും ഭിന്നത ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ്. വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ ബി.ജെ.പി വോട്ടുകൾ മറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തുകയും വോട്ടുകൾ CPM-ന് മറിക്കുകയും ചെയ്യുക എന്ന പദ്ധതിയും പരിഗണനയിലുണ്ടത്രേ. എന്നാൽ എ ക്ലാസ് മണ്ഡലത്തിൽ ബി.ജെ.പി ഇത്തരം നീക്കം നടത്തുമോ എന്ന് കണ്ടറിയണം. രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും എതിരാളികളെ നിഷ്പ്രഭമാക്കുന്നതിലും കെ മുരളീധരനും ഒട്ടും മോശമല്ല. എന്തു വന്നാലും കെ മുരളീധരനെ തോൽപ്പിക്കണമെന്ന കാര്യത്തിൽ ബി.ജെ.പിയിൽ രണ്ടഭിപ്രായമില്ല. ബി.ജെ.പിക്ക് എപ്പോഴും ഭീഷണി സൃഷ്ടിക്കുന്നത് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ്. 2016 നേമത്ത് O രാജഗോപാലാണ് ജയിച്ചത്. ബി.ജെ.പിക്ക് ആദ്യമായി നിയമസഭയിലേക്ക് വാതിൽ തുറന്നത് നേമം മണ്ഡലമാണ്. അന്ന് UDF സ്ഥാനാർത്ഥി വി സുരേന്ദ്രൻ പിള്ളയ്ക്ക് 13,800 വോട്ട് മാത്രമാണ് കിട്ടിയത്. എന്നാൽ 2021 ചിത്രം മാറി. കുമ്മനം രാജശേഖരനായിരുന്നു ബി.ജെ.പി സ്ഥാനാർത്ഥി. CPM-ന് പതിവ് പോലെ വി ശിവൻകുട്ടിയും. കോൺഗ്രസിന് വേണ്ടി മുരളീധരൻ എത്തിയതോടെ ബി.ജെ.പി വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി. 36,000 വോട്ട് മുരളീധരൻ പിടിച്ചതോടെ 4,000-ഓളം വോട്ടിന് ബി.ജെ.പി സ്ഥാനാർത്ഥി തോറ്റു. ഏക സിറ്റിംഗ് മണ്ഡലം ബി.ജെ.പിക്ക് നഷ്ടമാവുകയും ചെയ്തു. ഇങ്ങനെ എന്നും ബി.ജെ.പിക്ക് മുൻപിൽ തടിയായി നിൽക്കുന്ന കെ മുരളീധരനെ എങ്ങനെയും വീഴ്ത്തുക എന്നതാകും ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യം.